നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ മൂക്കിന് താഴെ കൊതുകു വളർത്തൽ കേന്ദ്രവും പൊന്തക്കാടുകളും. ദുരിതത്തിലായി ആശുപത്രിയിലേക്കെത്തുന്ന രോഗികൾ. ആശുപത്രിയിലേക്കെത്തുന്നവർ മറ്റു രോഗങ്ങളുമായി മടങ്ങേണ്ട അവസ്ഥയാണ് ഉള്ളത്. നിലവിൽ മഞ്ഞപ്പിത്തം, പനി, മഴക്കാല, മറ്റു രോഗങ്ങൾ എല്ലാമുള്ള സാഹചര്യത്തിൽ നിത്യേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രി പരിസരത്താണ് കൊതുകുകൾ പെരുകിയിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിലാണ് കൊതുകുകളുടെ കേന്ദ്രം. ഇവിടെ ഒരു വർഷം മുമ്പ് പൊളിച്ചു മാറ്റിയ വാഹനത്തിന്റെ ഷീറ്റുകളും മറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഴയും വെയിലും കൊണ്ട് കൊതുക് താവളമാക്കിയിരിക്കുന്നത്. ഇവിടെ കാടുകളും നിറഞ്ഞിട്ടുണ്ട്. കൊതുക് കാരണം ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും അല്ലാത്തവർക്കും താമസിക്കുന്നവർക്കും കൊതുകിന്റെ ശല്യം ഏറെയാണ്. ആശുപത്രിയിൽ നിത്യേന എത്തുന്ന രോഗികൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗം കാടുകൾ വെട്ടിമാറ്റിയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും വേണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മ കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, ജില്ലാ കളക്ടർ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എന്നിവർക്ക് പരാതി നൽകി. തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സ്ഥിതി ചെയ്യുന്ന 30 വർഷങ്ങൾ പഴക്കമുള്ള SI ക്വാർട്ടേഴ്സ് അതിപ്പോൾ നിലവിൽ ശോച്യാവസ്ഥയിലാണ്. ആകെ മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് വെള്ളക്കെട്ടൊക്കെയായി കെട്ടിടം ആകെ പൊളിയാറായിട്ടുണ്ട്. അതിന് തൊട്ടങ്ങിയപ്പോഴത്താണ് SHന്റെ ക്വാർട്ടേഴ്സ്, തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിലെ SHന്റെ ക്വാർട്ടേഴ്സ്. ഈ ക്വാർട്ടേഴ്സും ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഫുള്ള് മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത്. കൊതുകുകൾ ശല്യം കൊണ്ട് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി വരുന്ന 2000-ൽ പരം രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും അവിടെ ചികിത്സ തേടി എത്തിയവർക്കും വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ, പിന്നെ MP രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ശുചിത്വ മിഷന്, അതുപോലെ തന്നെ കലക്ടർ, RDO എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീക്കം ചെയ്തിട്ട് ഇവിടെ താലൂക്ക് ആശുപത്രിയിലെ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വളരെ പ്രയാസമാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയ്ക്കും വേണ്ടി അറിയിക്കാനുള്ളത്. നിത്യേന ആയിരക്കണക്കിന് രോഗികൾ വന്നുപോകുന്ന താലൂക്ക് ആശുപത്രി പരിസരത്തെ ഈ കൊതുകുകളുടെ കേന്ദ്രവും പൊന്തക്കാടുകളും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ്. നീക്കം ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.